ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാം. ഇതെന്താണെന്ന് അറിയുന്നവരുണ്ടോ? സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? JPL കേട്ടിട്ടുണ്ടോ? JPL എന്ന കുപ്പിയിൽ എന്താ ഉള്ളത്? അതിലെന്താ ഉള്ളത്? പീനട്ടാണത്, കടല. ഇപ്പൊ മനസ്സിലായി ആർക്കെങ്കിലും? അറിയോ? ഓക്കെ, ഞാൻ പറയാം. 1960-കളിൽ നാസ കേട്ടിട്ടില്ലേ? നാസ അമേരിക്കയുടെ ബഹിരാകാശ പര്യവേക്ഷണ കേന്ദ്രമാണ് അല്ലേ? നാസ കുറെ റോക്കറ്റ്സ്, പ്രൊപ്പൽഷൻസ് വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. 1960-ൽ തുടങ്ങി റേഞ്ചർ എന്ന പേരിലുള്ള ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. റേഞ്ചർ 1 വിട്ടു. എത്തിയോ? ഇല്ല, ഫെയിലായി. റേഞ്ചർ 2 ഫെയിൽഡ്, 3 ഫെയിൽഡ്, 4 5 6 ഫെയിൽഡ്. 6 എണ്ണം ഫെയിലായി. 7ാമത്തെ റേഞ്ചർ വിടുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്ന അതിന്റെ മിഷൻ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഡിക് വാലേസ് എന്നുള്ള വ്യക്തി, അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ ലോഞ്ചിങ് സ്ഥലത്ത്, അതാണ് ഈ JPL, ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നാണ് ഇതിന്റെ പേര്. ഈ ലബോറട്ടറി JPL വെച്ച് അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹം ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുകയല്ലേ, ഇതും തോൽക്കുമോ ഫെയിൽ ആകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരു കടല കുറയ്ക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് എടുത്തു. എന്നിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു കടല. അങ്ങനെ കടല കുറച്ചു. ആ റോക്കറ്റ് പോയി. ജയിച്ചോ? അത് മൂണിലെത്തി ആ റോക്കറ്റ്. അങ്ങനെ റേഞ്ചർ 7 മൂണിലെത്തിയപ്പോ ഈ ശാസ്ത്രജ്ഞൻ വിചാരിച്ച കാര്യം, കടല കുറച്ചതുകൊണ്ടാണ് റോക്കറ്റ് അവിടെ എത്തിയെന്നാണ്. അതിനുശേഷം തുടർന്ന് നാസയിൽ വിക്ഷേപിക്കുന്ന പല വിക്ഷേപണങ്ങൾക്കും ഈ JPL എന്ന പേരിൽ പലപ്പോഴും അവർ ഒഫീഷ്യലായി തന്നെ എല്ലാവർക്കും കടല കുറയ്ക്കാൻ കൊടുക്കുമെന്ന് ഒരു അറിയപ്പെടുന്ന സത്വമുണ്ട്. ഇത് നാസയിൽ മാത്രമൊന്നുമല്ല അല്ലേ? ISRO അറിയില്ലേ? ISROയിൽ പിന്നെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് റോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിന്റെ താഴെ നാരങ്ങ ഉണ്ടാവും. അതും ശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. തേങ്ങ ഉടക്കി കണ്ടിട്ടില്ലേ? ചില പൂജകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ? പല അന്ധവിശ്വാസങ്ങളും പല പേരിൽ. നിങ്ങൾ വേറെ കൗതുകരമായ കാര്യമുണ്ട്. യൂറി ഗഗാറിൻസ് യൂറിൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. എന്താണ് യൂറി ഗഗാറിൻ? കേട്ടിട്ടില്ലേ? സ്പേസിലേക്ക് പോയി. ഞാൻ അവിടെ പറയുന്നില്ല, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കൗതുകരമായ ഫാക്ട് കാണാൻ പറ്റും, യൂറി ഗഗാറിൻസ് യൂറിൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും ശാസ്ത്രീയമായ പേരിൽ പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ബഹിരാകാശ വിക്ഷേപണം എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉന്നതമായ കാര്യമാണ് അല്ലേ? അതിൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ലൈഫിൽ അത്തരം ഫേക്ക് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? സയൻസിൽ തന്നെ വരുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവാൻ പാടില്ല എങ്കിൽ നമ്മുടെ ലൈഫിലും അതിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കണം. പലപ്പോഴും പറയാറുണ്ട്, വാട്ട് വി ബിലീവ് ഷുഡ് ബി ബാക്ക്ഡ് വിത്ത് സിമെട്രിക് പ്രൂഫ്സ്. നമുക്ക് എന്തിനും ഏതിനും തെളിവ് വേണം. തെളിവില്ലാത്ത കാര്യം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതും ഫ്യൂച്ചർ അനുസരിച്ച് പോകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തെളിവനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അല്ലാതെ ആരോ എന്തോ പറഞ്ഞു, എവിടെയോ എന്തോ ഉണ്ട് എന്നതുകൊണ്ട് നമ്മളൊരു കാര്യം വിശ്വസിക്കാറില്ല, ആചരിക്കാറില്ല. ഞാൻ വരുന്നത് തെളിവിലേക്കാണ്. ചില ആളുകളൊക്കെ തെളിവ് എന്നാൽ, സത്യം എന്നാൽ വിശ്വസിക്കുന്നത് പലപ്പോഴും സയൻസ് ഈക്വൽ ടു പ്രൂഫ് എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ സയൻസ് പഠിക്കുന്നവർ കൈ വയ്ക്കേ. +1 +2 സയൻസ് ഒക്കെ എടുത്ത് ഡിഗ്രിയിൽ സയൻസ് പഠിക്കുന്ന, BSc ഡിഗ്രി പഠിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കുറെ പേരുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു തരുന്നത്, സയൻസ് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ കാണാൻ കഴിയും. അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സയൻസ് ശരിയല്ലേ? സത്യല്ലേ? ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സയൻസിൽ ഇത്രയും കാലം നടത്തിയ പല പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ ആകത്തുകയായിട്ടാണ് അല്ലേ? അപ്പോ സയൻസ് ശരിയാണ്. പക്ഷേ സയൻസ് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാലോ? അത് ശരിയാണോ? അല്ല. ഇന്ന് അങ്ങനെ ഒരു വാദമുണ്ട്. സയന്റിസം എന്ന് പറയും. എന്താണ് സയന്റിസം? ശാസ്ത്രമാത്രവാദം. ശാസ്ത്രം മാത്രമാണ് ശരി എന്ന വാദം പലപ്പോഴും കാണാൻ കഴിയും. സയൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയേ. സയൻസ്, ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് തിയറി അഗെയിൻസ്റ്റ് ദ എവിഡൻസ് ഒബ്റ്റെയിൻഡ്. അതായത് നമുക്ക് ശാസ്ത്രീയമായി നമ്മൾ ഒരു സാധനം ശരി എന്ന് പറയണമെങ്കിൽ സയൻസിന്റെ ഡെഫിനേഷനിൽ വരണം. ഇവിടെയുള്ള ഭൗതികമായ ഈ പദാർത്ഥ ലോകത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നതും അതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തുന്നതും റിസർച്ച് നടത്തുന്നതും ഒക്കെയാണ് സയൻസ് അല്ലേ?
ഈ സയൻസിൽ പല കാര്യങ്ങളും മാറി 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 വരുന്നില്ലേ? ഞാൻ ഒന്നൊരു ഉദാഹരണം പറയാം. കുറേ മുമ്പ് തോമസ് ആൽവ എഡിസന്റെ കാലത്ത് കണ്ടുപിടിച്ചൊരു സംഗതി അതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണോ നമ്മൾ? അല്ല, പല ചേഞ്ചസ് അതിൽ വരുന്നുണ്ട് അല്ലേ? പല കാര്യങ്ങളും പല രൂപത്തിൽ മാറി മാറി വരുന്നുണ്ട്. മാത്രമല്ല, ഒരു എക്സാമ്പിൾ പറയാം. ജി, ഫിസിക്സ് സ്റ്റുഡൻസ്, ഫിസിക്സ്, ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്നില്ല, ഉത്തരം കിട്ടിയില്ലെങ്കിൽ മോശമാവില്ലേ? ജി കേട്ടിട്ടില്ലേ? ജി, ക്യാപിറ്റൽ ജി ഉണ്ട്, സ്മോൾ ജി ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ ജി എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ സ്മോൾ ജിയോ? ഫിസിക്സ് ആരെങ്കിലും തൊട്ടടുത്ത് കേൾക്കണ്ടോ? ഉത്തരം പറയണ്ടോ നോക്കണം. നിങ്ങൾ പിന്നെ അറിയെങ്കിൽ പറഞ്ഞാൽ മതി, ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, ക്യാപിറ്റൽ ജി ഒരു കോൺസ്റ്റന്റ് ആണല്ലോ അല്ലേ? എവിടെ പോയാലും കോൺസ്റ്റന്റ് ആവേണ്ട ഒരു സംഗതിയാണ്. സയൻസ് പ്രകാരം നമ്മൾ എങ്ങനെ ഇത്തരം കോൺസ്റ്റന്റുകൾ നമ്മൾ നിർവചിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ എക്സാമ്പിൾ പറയാം. ഈ ക്യാപിറ്റൽ ജിന്റെ വാല്യൂ എത്ര? ആരാ പറയാ? എത്ര? 6.67 × 10⁻11 അല്ലേ? അതിലേക്ക് പോകണ്ട. 6.67 എന്ന വാല്യൂ മാത്രം എടുക്കുക. ഇതൊരു കോൺസ്റ്റന്റ് ആണ് എന്നതാണ് സയൻസ് പ്രകാരം നമ്മുടെ കണ്ടുപിടുത്തം. ഓക്കെ, ഇത് എവിടെയും കോൺസ്റ്റന്റ് ആവണ്ടേ? എപ്പോഴും കോൺസ്റ്റന്റ് ആവണ്ടേ? 1926 ജി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 2026 കോൺസ്റ്റന്റ് ആവണ്ടേ? സെയിം വാല്യൂ നമുക്ക് ഇപ്പോഴും കിട്ടണം. നമ്മൾ ആരെങ്കിലും 1926 ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നലെ ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നൊരു സയൻസ് എക്സ്പെരിമെന്റ് നടത്തി. ഇന്നലെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് G = 6.67. ഇന്നും നമ്മൾ കണ്ടുപിടിക്കുകയാണ് G = 6.67. ഓരോ സമയത്ത് നമ്മൾ അതിനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ നിഗമനം ചെയ്യാണ് ഇന്നലെ കണ്ടുപിടിച്ച അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇന്നും ശരി അല്ലേ? ടെമ്പറൽ റെഗുലാരിറ്റി എന്നതിന് പറയാം. അതായത് കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഒരു സംഗതി ഇപ്പോഴും അത് ശരി തന്നെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഒരു നിഗമനം. ഇനി സ്പേഷ്യൽ റെഗുലാരിറ്റി, G = 6.67 ഒരു എക്സാമ്പിൾ ആണ്. അത് ഇവിടെ ഞാനൊരു ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ് G വെച്ചിട്ട്. ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ. ഇതേ സംഗതി ഗേറ്റിന്റെ പുറത്ത് ചെയ്താലോ ശരിയാവോ? ശരിയാവണം. അതെങ്ങനെ ശരിയാവുക? ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് G ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നിഗമനാണ് അല്ലേ? അത് സ്പേഷ്യൽ ആയിക്കൊണ്ട് അത് റെഗുലർ ആയിരിക്കും, എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും എന്ന നമ്മുടെ നിഗമനാണ്. അപ്പൊ സയൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ നിഗമനങ്ങളും ഹൈപ്പോത്തസിസുകളും തിയറികളും അതിന് വലിയ കോസ് എഫക്ട് റിലേഷൻഷിപ്പുകളും കാര്യകാരണ ബന്ധവും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റെബിലിറ്റിയും. മാത്തമാറ്റിക്കൽ സ്റ്റെബിലിറ്റി പണ്ടും ഇന്നുമൊക്കെ ഒന്നിന്റെ വാല്യൂ എത്ര? അത് ഒന്ന് തന്നെയാണ് അല്ലേ? 10ന്റെ വാല്യൂ 10 തന്നെയാണ്. അതല്ലാതെ അതിനൊരു മാറ്റം വന്നാൽ ഇത് മൊത്തം തകിടം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചില നിഗമനങ്ങളിലാണ് സയൻസ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ ഒന്ന് പിന്നെ പറയാണ്, ഈ ഇന്നലെ പറഞ്ഞ വാല്യൂ എങ്ങനെ ഇന്ന് ശരി എന്ന് പറയും, നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സയൻസ് മോശമാണ്, അത് തെറ്റാണ് എന്ന് പറയുന്നൊരവസ്ഥ പല ആൾക്കും ബാധിക്കാൻ കഴിയും. പക്ഷെ അത് ശരിയാണോ? അല്ല. ഈ പറയാനുള്ള കാരണം സയൻസ് എന്നാൽ അത് ശരിയാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് ഉപകാരമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ സയൻസിന് ഇങ്ങനെ ചൂന്ന് പോയി അതിൻ്റെ ഓരോ തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് നമുക്കുള്ളത് അല്ലേ? മറിച്ച് ഭൗതികമായി നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ സയൻസിനെ മാറ്റാനും അതിൻ്റെ റിസൾട്ടുകളും ആപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാനുമാണ് നമ്മൾ പോലും ശ്രമിക്കുന്നത്. എന്നാൽ സയൻസ് മാത്രമാണ് ശരിയെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആൾക്കാരില്ലേ, സയന്റിസത്തിന്റെ ആൾക്കാർ, ശാസ്ത്രമാത്രവാദത്തിന്റെ ആൾക്കാർ പറയുന്നത് അവർക്ക് എന്ത് കാര്യവും സയൻസിലൂടെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കൂ എന്നാണ്. ഓക്കെ, അത് ശരിയാണോ? ഒരിക്കലും അല്ല അല്ലേ? അള്ളാഹു, ഹൗ ക്യാൻ യു പ്രൂഫ് സയന്റിഫിക്കലി? അള്ളാഹ് എന്തെങ്കിലും ടെസ്റ്റിംഗ് ചെയ്തിട്ട്, റസൂൽ, സ്വർഗം നരകം വേണ്ട, വേദന, ലവ്, ഇഷ്ടം, ദേഷ്യം, ഗ്രേഡ് 1 ഗ്രേഡ് 2 നമ്മുടെ ഹോർമോൺ ആണെന്നിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ആലോചിച്ച് നോക്കിയേ, ഉണ്ടോ? ഇല്ലല്ലേ? പലതിനും സയൻസിന് ഉത്തരമില്ല. എന്നാൽ ഇതിനർത്ഥം സയൻസ് മോശമാണെന്നാണോ? അല്ല, നമ്മളൊക്കെ സയൻസ് വിദ്യാർത്ഥികളാണ്, സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സയൻസ് മാത്രമേ എല്ലാത്തിനും ശരിയെന്ന് പറയുന്ന വാദം തെറ്റാണ് എന്നതാണ് ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയുള്ള ശാസ്ത്രമാത്രവാദികൾ നമ്മൾ കരുതിയിരിക്കണം. അവർ പറഞ്ഞുകൊണ്ട് എത്തിക്കുന്ന എവിടെയെന്ന് അറിയും നിങ്ങൾ? ഇന്ന് കേരളത്തിലും ആഗോളതലത്തിലുമൊക്കെ കുറെ നിരീശ്വരവാദികളായ ആൾക്കാരുണ്ട് അല്ലേ? നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അവർ പറയുന്ന അവരുടെ വാദപ്രകാരം സയൻസ് മാത്രമേ ഉള്ളൂ, സയൻസ് അല്ലാത്ത സയന്റിഫിക് ടെമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം സയന്റിഫിക് ടെമ്പർ വേണം, ആർട്ടിക്കിൾ 41 പ്രകാരം സയന്റിഫിക് ടെമ്പർ ഉള്ളവരാണെന്നൊക്കെയാണ് അവർ പറയാ. അതായത് സയൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആചരിക്കുന്ന നിങ്ങളുടെ ഈ മതമുണ്ടല്ലോ, അള്ളാഹു, റസൂൽ എന്നൊക്കെ പറയുന്ന ഈ മതത്തിന് സയൻസിൽ യാതൊരു റോളും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന സയൻസിലേക്ക് വരൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ചില ആൾക്കാരൊക്കെ അല്ലേ? മതം ഉപേക്ഷിച്ചാലേ മനുഷ്യരാകൂ എന്നാണ്. നിങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാവൂ, പുരോഗമനത്തിലേക്ക് ഞങ്ങളുടെ കൂടെ വരൂ എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട് കാണാൻ കഴിയും. കേൾക്കുമ്പോൾ ഭയങ്കര രസമൊക്കെ തന്നെയാണ് അല്ലേ? പുരോഗമനത്തിന്റെ ആളുകൾ, പിന്നെ ഏറ്റവും പുതിയ മോഡേണിസം,
പുതിയ ഡ്രസ്സിങ്ങും ഫാഷൻ ട്രെൻഡും ഒക്കെ മാറി വരുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഈ പഴയ 6-ാം നൂറ്റാണ്ടിലെ ഈ പർദ്ദ പോലത്തെ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ച് പോവാണോ എന്നൊക്കെ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് റീൽസും അല്ലെങ്കിൽ ഭയങ്കര BGM ഒക്കെ ഇട്ടുള്ള സാധനമൊക്കെ വരുമ്പോൾ ചില കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടും. സയൻസ് ആണല്ലോ അത്, അവർ പറയുന്നത് സയൻസ് ആണല്ലോ, ആ സയൻസ് നമ്മളെ ദീനിൽ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി മാത്രമാണ്, ഒരു വേ ഓഫ് നോളേജ് അല്ല. നമുക്കൊരു വിജ്ഞാനം ആർജിക്കാനുള്ള ഏക മാർഗം സയൻസ് മാത്രമാണോ? അല്ല. നമുക്ക് അള്ളാഹുവിനെയും ഈ പറഞ്ഞ വേദനയെ പോലും നമുക്ക് നിർവചിക്കാൻ പലപ്പോഴും സയൻസ് കൊണ്ട് കഴിയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിക്കൊണ്ട് കാണുന്ന ഒരു പ്രവണത നമുക്ക് ശരിയല്ല എന്ന കാര്യം തിരിച്ചറിയുക. ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്താ വെച്ചാൽ, മനുഷ്യരായ ചില ആൾ നമ്മളെല്ലാവരും ആലോചിക്കുന്നത്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ച് കണ്ടുപിടിച്ച് ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു കാര്യം ശരിയാവൂ എന്നാണ് പല ആളുകളുടെയും ധാരണ. അങ്ങനെയല്ലല്ലോ. മനുഷ്യനുണ്ടാക്കിയ എന്തെല്ലാം കാര്യങ്ങൾ തെറ്റി പോകുന്നു. കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ കേട്ടില്ലേ, ആന്ധ്രാപ്രദേശിൽ അല്ലെ, ആന്ധ്രയിലല്ലേ പറഞ്ഞ് ഒരു കുട്ടി ജനിച്ചാൽ 400 രൂപ കൊടുക്കും, അല്ല 4000 രൂപ കൊടുക്കും, 40,000 രൂപ കൊടുക്കും, എത്രയോ വലിയൊരു എമൗണ്ട് ഒക്കെ അല്ലേ. പണ്ട് തീരുമാനിച്ച പല കാര്യങ്ങളും പൊളിഞ്ഞു പോയി. ഇപ്പോൾ മനുഷ്യൻ തീരുമാനിച്ച പല കാര്യങ്ങളിലും നമ്മൾ മനുഷ്യർ തന്നെ തിരിഞ്ഞു വരുന്നൊരവസ്ഥ ഇന്ന് കാണാൻ കഴിയും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, മനുഷ്യനിർമ്മിതമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ പരിമിതിയുണ്ട് ഇല്ലേ. സയൻസ് മനുഷ്യന്റെ ഒരു ഉപകാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതിന് പരിമിതിയുണ്ട്, പരിധിയുണ്ട്. എത്ര ഇസങ്ങളുണ്ട് ഇവിടെ? മനുഷ്യനിർമ്മിതമായ കുറെ ഇസങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്തൊക്കെ ഇസങ്ങൾ നിങ്ങൾക്കറിയാം? ആരാ പറയാം? ഉറക്കെ വിളിച്ചു പറഞ്ഞേ അറിയുന്ന ഇസങ്ങളൊക്കെ. ഏതെല്ലാം ഇസങ്ങളുണ്ട്? എക്സാമ്പിൾ ഞാൻ പറയാം. ഫെമിനിസം കേട്ടിട്ടില്ലേ? വേറെന്തൊക്കെ ഇസങ്ങളുണ്ട്? ലിബറലിസം, പിന്നെ ഞാനിപ്പോ പറഞ്ഞ സയന്റിസം അല്ലേ, പിന്നെ ഡാർവിനിസം, ലിസംഗോയിസം, പിന്നെ അറിയുന്നൊക്കെ പറഞ്ഞോ, നൈഹിലിസം, കുറെ സാധനങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാല് മനുഷ്യൻ ഉണ്ടാക്കിയ പല ഇസങ്ങൾക്കും പരിധികളുണ്ട്. അത് എത്ര നമ്മൾ യൂണിവേഴ്സൽ ആക്കാൻ ശ്രമിച്ചാലും, അതാണ് എല്ലാത്തിനെയും അൾട്ടിമേറ്റ് എന്ന് പറയാൻ ശ്രമിച്ചാലും, അത് പരിമിതികൾ അത് ഒതുങ്ങി പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും. അത് മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇത് ഉണ്ടാക്കുന്നത് മനുഷ്യനാണ് അല്ലേ. നമ്മളെപ്പോലുള്ള ചിന്തയ്ക്കും യുക്തിക്കും കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ പരിധിയും പരിമിതിയുമുള്ള മനുഷ്യർ. നമുക്കാർക്കെങ്കിലും ദുബായിൽ ഇപ്പൊ നടക്കുന്ന കാര്യം കാണാൻ പറ്റുമോ? മൊബൈൽ ഉണ്ടെങ്കിൽ പറ്റും, അല്ലാതെ പറ്റുമോ? നമ്മുടെ കാഴ്ചയ്ക്ക് പലപ്പോഴും പരിധിയുണ്ട്. ഇവിടെ നോക്കിയാൽ ദൂരെയുള്ള ഒരു 200, 300, 400, 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ച പോലും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ 20 ഹേർട്സിനും 20,000 ഹേർട്സിനും മേളിലുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല, എന്നാൽ മൃഗങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, നമ്മുടെ ചിന്തയ്ക്കും യുക്തിക്കും ബുദ്ധിക്കുമൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം ഇസങ്ങളുണ്ടോ അതിനൊക്കെ പരിധിയുണ്ട്. പരിധിയില്ലാത്തത് എന്തിനു മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്ന ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഒരു പരിധിയും ഇല്ലാത്തത്, ഒരു പരിമിതിയും ഡ്രോബാക്കും ഇല്ലാത്തത് അതിന് മാത്രമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആലോചിക്കുമ്പോൾ നമ്മൾ ബർത്ത്ഡേ ഓർമ്മ വരെ പലർക്കും അല്ലേ. ഇസ്ലാമികമായിട്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇല്ലല്ലോ അല്ലേ. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു 1 ഇയർ ബാക്ക് നമ്മൾ എവിടെയായിരുന്നു? ഡേറ്റ് ഓഫ് ബർത്തിന് 1 ഇയർ ബാക്ക് നമ്മൾ ജനിച്ച ദിവസത്തിന് 1 വർഷം മുമ്പ് എവിടെയായിരുന്നു നമ്മൾ? ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? 10 മാസം നമ്മൾ ഉമ്മാരെ ഗർഭപാത്രത്തെ നമുക്കറിയാം അല്ലേ. അതിന് മുമ്പ് എവിടെയായിരുന്നു നമ്മളെന്ന പല പേരുകളും അറിയപ്പെടുന്നത് നമ്മൾ എവിടെയായിരുന്നു? ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നോ? നമ്മുടെ ഉപ്പയുടെ ഒരു ചെറിയ ഇന്ദ്രിയ കണത്തിൽ നിന്നും ഉമ്മയുടെ ഒരു അണ്ടത്തിൽ നിന്നും ചേർന്നുകൊണ്ട് ഒന്നുമല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. ആ 10 മാസത്തിന്റെ തുടക്ക കാലഘട്ടത്തിലേ നമ്മൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഇന്ദ്രിയത്തുള്ളി പിന്നീട് രക്തപിണ്ഡമായി, അത് മാംസപിണ്ഡമായി, പിന്നീട് എല്ലുകൾ വന്ന് അത് പൊതിഞ്ഞ് മസിലുകളായി, പതിയെ ഒരു അപൂർണമായ രൂപമായിട്ട്, അതിനുശേഷം ഒരു പൂർണ്ണമായ രൂപമായി 10 മാസം കൊണ്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് റെഡിയായി വരുമായിരുന്നു. ആരാ ആ സമയത്ത് നമ്മളെ ഒരുക്കിയിട്ടുള്ളത്? ഏത് സയൻസിനാണ് അപ്പൊ അതിന് ഉത്തരം പറയാൻ കഴിയുക? നമ്മൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിന് ആർക്കും പറയാൻ കഴിയില്ല അല്ലേ. അപ്പൊ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിൽ ഏറ്റവും ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ഈ ഇരിക്കുന്നവരെല്ലാം നടന്നും ഓടിയും ചാടിയൊക്കെ വന്ന ആൾക്കാരല്ലേ. ഈ രൂപത്തിൽ നമുക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കാണാനും കേൾക്കാനും ഓരോ അവയവത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞു പോയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ. അത്ര വലിയ അനുഗ്രഹങ്ങൾ തന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നിട്ട് ആ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാണ് ചില ആൾക്കാരൊക്കെ, നിങ്ങളുടെ ഈ സയൻസ് കൊണ്ട് അള്ളാഹിനെ പ്രൂവ് ചെയ്യും. ഏറ്റവും അടിയിൽ ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതിയിട്ട് ഹെൻസ് അള്ളാഹ് ഈസ് പ്രൂവ്ഡ് എന്ന് എഴുതി കാണിക്കുന്നത് പറയുന്നത് ഈ സയന്റിസത്തിന്റെ ആൾക്കാരാണ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സയൻസിനൊക്കെ പരിമിതി ഉണ്ട്. അതൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് ആ പരിമിതി വരുന്നത്, അല്ലേ? ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹിജാബിനെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. ഹിജാബ് നേരത്തെ പറഞ്ഞില്ലേ, 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഹിജാബ് എന്നാണ് ഇന്നത്തെ ചില ആൾക്കാരൊക്കെ പറയാം. അങ്ങനെയാണോ? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ധരിക്കുന്ന ഹിജാബ് എന്തുകൊണ്ടാണ് ധരിച്ചതെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, ഇത് അള്ളാഹുവിന്റെ കൽപ്പന കാരണമാണ് ഞാൻ ഹിജാബ് ധരിച്ചത് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ധരിച്ചത് പ്രോപ്പർലി ആണ്. അതല്ല എങ്കിൽ ഇത് കേവലം ഒരു തുണി വാരി ചുറ്റലാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നമ്മൾ കുറെ ഒരു ഇസ്ലാമിക് പ്രോഗ്രാമിൽ വരുന്നതല്ലേ, അപ്പൊ ബാക്കിയുള്ളവരെ കണ്ട എന്താ വിചാരിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ച് തുണിയൊക്കെ ചുറ്റി പിന്നെ തലയൊക്കെ മറച്ച് പോകുന്ന ആളുകളാണെങ്കിൽ അത് ഫേക്കാണ്, അത് വേസ്റ്റാണ്. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഇതെന്റെ അഭിമാന ബോധമാണെന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മുടെ ഹിജാബ് മാറേണ്ടത്. നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കൂ. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷൻ ആണ്, മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തരുത്. ഒരു വലിയ പ്രൊഫസറാണ് പറയുന്നത്, അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളിലൊക്കെ ഈ ഹിജാബ് ധരിച്ച ആളുകളാണ് നമ്മളെ പോലെ ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതി ഏറ്റവും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്ന ആളുകളാണ് ഇന്ന് ടോപ്പേഴ്സായി മാറുന്നത് എന്ന് ഒരു സർട്ടിഫിക്കേഷൻ പറഞ്ഞതാണ്. ഇതിപ്പോ ഇവര് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? നമുക്കറിയാം ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികൾ അവർ ഹിജാബ് ധരിക്കും എന്നുള്ള ഒരു ഡ്രോബാക്കായി കാണുന്നുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. നോബൽ സമ്മാനം വരെ വാങ്ങാൻ ഈ ഹിജാബ് ധരിച്ച ആളുകൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു പരിമിതിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവേണ്ട ചിന്ത എന്നുള്ളത് ഇത് അഭിമാനത്തോടു കൂടി എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞ കൽപ്പനയാണ്. ഈ മനുഷ്യരായ ആര് എന്ത് സിദ്ധാന്തം പറഞ്ഞ് എത്ര പുരോഗമനവും പിന്നെ സയന്റിസവും പറഞ്ഞ ആൾക്കാരാണെങ്കിലും അതൊന്നും അല്ല ഞാൻ മാനദണ്ഡമായിട്ട് വെക്കുന്നത്, മറിച്ച് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞോ അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന ബോധ്യമാണ് നമുക്കൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവന് ആലോചിക്കുക അവൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ആഗ്രഹമുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് അവൻ ചിന്തിക്കുക. ഇച്ഛകൾ എന്ന് പറയും. എന്താ ഇച്ഛ എന്ന് പറഞ്ഞാല്? നമ്മുടെ ആഗ്രഹം, അല്ലേ? മനുഷ്യൻ എന്താണോ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്, പ്ലഷർ നൽകുന്നത്, ഹാപ്പിനെസ് നൽകുന്നത്, അതിന്റെ പിന്നാലെ പോകാനാണ് പലപ്പോഴും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും കാണാൻ കഴിയും, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഹവയെ ഇലാഹാക്കി മാറ്റുന്ന ആളുകളെ നീ കണ്ടില്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് സ്വന്തമായിട്ട് എന്താണോ തോന്നുന്നത്, ഹാപ്പി ആവാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് സ്വന്തമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. സന്തോഷം ഉണ്ടാവാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തു പോവാം. ഈ പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ബിരിയാണി കിട്ടുന്നുണ്ടാവും. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലഷർ ഉണ്ടാവും, അല്ലേ? പെട്ടെന്ന് കുറച്ചൊരു സമയം നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷമല്ല നമുക്കൊരു എറ്റേണലായ കുറെ കാലം നീണ്ടു നിൽക്കുന്ന തൃപ്തികരമായ ഒരു ഹാപ്പിനെസ് നൽകുന്നത്, ആണോ? ഒരിക്കലും അല്ല. നൈമിഷികമായി നമുക്ക് ഉണ്ടാവുന്ന നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ, നല്ലൊരു പിന്നെ ഒരു കാഴ്ച കാണുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു പ്ലഷർ അല്ല. നമ്മൾ നമ്മുടെ സ്വർഗത്തെ ആലോചിക്കുമ്പോൾ, അതിനുവേണ്ടി ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യത്തിന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ടാണ്, അല്ലേ? എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യരെല്ലാം പലപ്പോഴും സ്വന്തം ഇച്ഛയുടെ പിന്നിൽ, ഈ ഹിജാബിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർക്കുന്നതാണ്, സ്വന്തം ഇച്ഛ എന്താണോ പറയുന്നത്, അപ്പൊ അതെങ്ങനെയാണോ പറയുന്നത്, എന്താണോ ലീഡ് ചെയ്യുന്നത്, അത് പ്രകാരം മാത്രം പോകുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇച്ഛ നമ്മോട് എന്ത് പറഞ്ഞാലും, നമ്മുടെ ആഗ്രഹം, ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ കേട്ടില്ലേ, ചില കുട്ടികൾ ഇപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന കുട്ടികൾ പലപ്പോഴും പറയാ അവനെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ എന്തായിരുന്നു? നമുക്ക് ഹറാമിൽ അധിഷ്ഠിതമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അവിഹിതമായൊരു ബന്ധമുണ്ടോ അതിന്റെ ഏറ്റവും ബേസ് തന്നെ ഹറാമാണ്. പിന്നെന്താ? ആ ബേസിൽ കെട്ടിപ്പടുക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഹറാമാണ്. ചാറ്റ് ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ ഹറാമായിരിക്കും. പക്ഷെ പല ന്യായങ്ങളും കണ്ടെത്താണ്. എന്താ കാരണം? അവരെന്താണ്? സ്വന്തം ഇച്ഛയെ, സ്വന്തം ഹവയെ ഇലാഹാക്കി കാണുന്ന, അതിന് ന്യായീകരണം കണ്ടെത്തുന്ന ഒരു അവസ്ഥ പലപ്പോഴും അത്തരം ആളുകൾ കാണാൻ കഴിയും. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഒരു തിന്മയായ ഒരു കാര്യമുണ്ടോ അത് തിന്മ തന്നെയാണ്, അല്ലേ? അത് ആര് തന്നെ ന്യായീകരിച്ചാലും, എന്ത് തന്നെ ഷുഗർ കോട്ട് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്കത് ന്യായീകരിക്കാൻ വകുപ്പില്ല. കാരണം നമ്മുടെ റൂൾസ് നിശ്ചയിക്കുന്നത് ആരാ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് നിശ്ചയിച്ചത് ആരാ?
നമ്മളാണോ? ഇവിടെ പ്രസംഗിക്കുന്ന മൗലവിമാരാണോ? ആണോ? ആരെങ്കിലും ആണോ പറഞ്ഞത്? നമ്മുടെ ഉമ്മയോ ഉപ്പയോ പറയുന്ന റൂൾസ് മാത്രമാണോ നമുക്കുള്ളത്? അല്ല, മറിച്ച് നമ്മുടെ റൂൾസ് നിശ്ചയിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഏത് അള്ളാഹു? എല്ലാത്തിനും കഴിവുള്ള, ഖാദിറായ, അലീമായ, ബസീറായ, സമീആയ, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ആ റബ്ബാണ് നമ്മോട് പറഞ്ഞത് ഹിജാബ് ധരിക്കണം, അന്യ അവിഹിതമായ ബന്ധങ്ങൾ പാടില്ല. ഇതെല്ലാം പറഞ്ഞത് അള്ളാഹുവാണ്. എന്തിനു വേണ്ടിയാ പറഞ്ഞത്? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്, അല്ലേ? എന്നിട്ട് ഇപ്പോഴും ചില ആളുകൾ പറയാ മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്, മൈ ചോയ്സ് ഇസ് മൈ ഫ്രീഡം. ഞാൻ എന്ത് ചിന്തിക്കണം, എന്ത് ആഗ്രഹിക്കണം എന്നൊക്കെ പറയേണ്ടത് ഞാൻ മാത്രമാണ്, നിങ്ങളാരാ അത് ചോദിക്കാൻ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ കാണാൻ കഴിയും. നിങ്ങൾ വീഡിയോ നോക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്ക് ടു തട്ടിടണം എന്ന് തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടില്ല. ഇറ്റ് സോൺലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത്. ഓക്കെ, എന്തൊരു സുന്ദരമായ ജീവിതമല്ലേ? ഞങ്ങൾ ഡ്രസ്സ് ഇടണം തോന്നി ഞങ്ങൾ ഡ്രസ്സ് ഇടും, തട്ടണമെന്ന് തട്ടിടും, തട്ടണമെന്ന് തോന്നിയാൽ ഇടും, ഇടില്ല എന്ന് തോന്നി ഇടില്ല. ഭയങ്കര സിമ്പിൾ അല്ലേ? അവർക്ക് എന്താണോ തോന്നുന്നത് അതുപോലെയൊക്കെ ചെയ്യണം. ഇതാരാ പറഞ്ഞെന്നറിയോ? സൗണ്ട് കേട്ട ചെറുക്കിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇടയ്ക്ക്. അതായത് പെൺകുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അവർ തമ്മിൽ കപ്പിൾസ് ആവാം എന്ന് പറയുകയും വാദിക്കുകയും അതിങ്ങനെ പ്രഘോഷണം ചെയ്ത് ഒരു മുസ്ലിം പെൺകുട്ടികളുടെ കപ്പിൾസ് എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര വൈറലായ പല TV ഷോയിലൊക്കെ പങ്കെടുത്ത കപ്പിൾസാണ് ഈ പറയുന്നത്. എന്താ പറഞ്ഞേ? ഹിജാബ് ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഇടണമെന്ന് ആഗ്രഹിച്ചാൽ ഇടും, വേണ്ടെങ്കിൽ ഒഴിവാക്കും, അത് എൻ്റെ ചോയ്സ് അല്ലേ, എൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നൊരവസ്ഥ ആലോചിച്ചു നിങ്ങൾ. ഇത് എത്രമാത്രം വ്യർത്ഥമാണ്. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ, നേരത്തെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ സ്കൂള്, ഇവിടെ ഒരു നിയമങ്ങൾ, ഇവിടെയുള്ള എല്ലാ കാര്യവും, ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന കാര്യമൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ? ഇതൊക്കെ ഇവിടെയുള്ള ഈ സെറ്റ് ഓഫ് റൂൾസ് എന്നുള്ളത് അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞ നിയമങ്ങളാണെങ്കിലോ അത് നമുക്ക് ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തേക്കും ഉപകാരമുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ മാത്രം ബുദ്ധിയില്ലാതെ പോകുന്ന ആളുകളായിട്ട് നമ്മളാരും മാറാൻ പാടില്ല, നമ്മുടെ കൂട്ടുകാരികൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു റൂൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ആ നിയമങ്ങൾ എവിടെയാണോ അതിൻ്റെ ബൗണ്ടറി, കാണാൻ പാടില്ലാത്തതാണെങ്കിൽ പാടില്ല, ഹറാമാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. കേൾക്കാൻ പാടില്ലാത്തതാണോ, അത് എത്ര വലിയ മ്യൂസിക് ആണെങ്കിലും ഏത് വലിയ ബാൻഡിൻ്റെ ആണെങ്കിലും നമുക്ക് കേൾക്കാൻ പാടില്ല. ചില കുട്ടികളൊക്കെ പല ഈ സീരീസായ വീഡിയോകളൊക്കെ കണ്ടിങ്ങനെ സമയം ചെലവഴിക്കുന്നവരെ ഒരു അർത്ഥം പോലും അറിയാതെ ഹോസ്റ്റലുകളിലൊക്കെ രാത്രിയൊന്നും പകലുകളും ഇല്ലാതെ സീരീസുകളും പിന്നെ പല നെറ്റ്ഫ്ലിക്സ് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയും. അതിലൊക്കെ വരുന്ന കണ്ടന്റ് എന്താണെന്നോ ഒന്നും അറിയാതെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സിനിമ കാണാൻ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി, സിനിമ കാണുന്നത് ന്യായീകരിക്കുന്ന ഒരു വ്യക്തി, ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഹലാലായി കാണാൻ കഴിയുക? പൂർണ്ണമായും ഹിജാബൊക്കെ ധരിച്ച് വളരെ നല്ല രൂപത്തിൽ പിന്നെ ഒരു സിനിമ സ്ക്രീനിലൊക്കെ വന്ന് അഭിനയിച്ച് പോകുന്ന ഏത് സിനിമയെ കാണാൻ കഴിയുക? ഇനി ഞാൻ കാണുന്നതാണ്, നമുക്കത് കാണാൻ പറ്റുമോ? എന്തെല്ലാം മ്യൂസിക്കുകളും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ പിന്നാലെ വരുന്നത്. ഏത് നിലയ്ക്ക് നോക്കിയാലും നമുക്ക് ഹറാമായ ഒരു കാര്യമാണോ പിന്നെയും അതിനെ ന്യായീകരിച്ച് കൊണ്ടുവരാം. ആ ഒരു പ്രകൃതം നമുക്ക് ചേർന്നതല്ല. ഒരു സംഗതി നമുക്ക് ഹറാമാണോ, അത് കാണാൻ പാടില്ലെങ്കിൽ പാടില്ല, കേൾക്കാൻ പാടില്ലെങ്കിൽ പാടില്ല, ചാറ്റ് ചെയ്യാൻ പാടില്ലെങ്കിൽ ആ ചാറ്റിനെ ഇപ്പം കൊണ്ട് ഒഴിവാക്കുക. ഇതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. കാരണം എന്താ? നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് നിശ്ചയിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തും ഉപകാരം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതല്ല നമ്മൾ ഇവിടത്തുള്ള നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ, സ്വന്തം ഹവയുടെ പിന്നാലെ, ഇച്ഛയുടെ പിന്നാലെ, ഈ കുട്ടി പറഞ്ഞതുപോലെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഇതിൽ വിവാഹം കഴിഞ്ഞവരൊന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യും. വളരെ കുറഞ്ഞ 1-2 എണ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഭൂരിഭാഗം ആളുകളും വിവാഹം കഴിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും കുറഞ്ഞൊരു സമയം ഞാൻ നിങ്ങൾക്ക് ലൈസൻസ് തരികയാണ്, നിങ്ങളുടെ വിവാഹത്തെ പറ്റി ഒന്ന് സ്വപ്നം കാണാം. നിങ്ങളുടെ വിവാഹത്തെ പറ്റി ഒന്ന് സ്വപ്നം കാണാം. സ്വപ്നം കാണുമ്പോൾ പലപ്പോഴും പല ചിന്തകളാണ് പലർക്കും വരിക അല്ലേ? നമ്മുടെ ഭാവിയിലെ തുണ എന്ന് പറയുമ്പോൾ പല ചിന്തകളും വരും. ആ ചിന്തകളെ സ്വാധീനിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളെ പോലും പലപ്പോഴും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയോളം സ്ത്രീകളും വിവാഹം വേണ്ടെന്ന് വെക്കും. ഞെട്ടണ്ട, താമസിച്ച് കല്യാണം കഴിക്കുന്നതുകൊണ്ടോ കല്യാണം കഴിക്കാത്തതുകൊണ്ടോ ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലോട്ട് വരുവാണല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഞാനൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം പറഞ്ഞു തരാട്ടോ. കല്യാണം കഴിച്ചിട്ടിരിക്കുന്നതാണ് നല്ലത്, കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്.
പാത്രം കയ്യാൻ വൃത്തി ഉണ്ടാവില്ല, അടിച്ചു വരാൻ വൃത്തി ഉണ്ടാവില്ല. ഇതെന്തൊരു പെണ്ണാ ഇത്? ഞാൻ എൻ്റെ അമ്മയെയും അമ്മയെയും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴാണ് കുറച്ച് സമാധാനം ഉണ്ടായത്. കല്യാണം കഴിച്ചു ജീവിക്കുന്നതാണ് നല്ലത്, കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്? ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഇന്നേ വരെ കല്യാണത്തിന് ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പേടിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുന്ന സ്ഥിതിയാണ്. കോളേജസ് ആണെങ്കിലും എല്ലാ സ്ഥലത്താണെങ്കിലും വുമൺ എംപവർമെന്റിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാടൊക്കെ എംപവേർഡും ആണ് നമ്മുടെ. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തരാകുമ്പോൾ കുട്ടികൾ തന്നെ തീരുമാനിച്ചു അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ പറ്റണം. നമ്മൾ ഓക്കെ, ഇങ്ങനെ കുറേ വീഡിയോസ് കാണാൻ പറ്റും അല്ലേ? പബ്ലിക് റെസ്പോൺസ് എന്ന പേരിൽ ഓരോ അങ്ങാടികളിലും ബീച്ചിലും പാർക്കിലും നമ്മുടെ സ്കൂളിന് മുമ്പിലും നമ്മുടെ ക്യാമ്പസിനകത്തും വരെ ചില ആളുകൾ വരികയാണ്. എന്താ ചോദിക്കുന്നത്? എന്താ വിവാഹം? എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് അടിച്ചമർത്തലല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആ ശരിയാട്ടോ എന്നൊരു കുട്ടി പറയും. അതെടുക്കും, ആ ഫസ്റ്റ് ഭാഗം എടുക്കും, ഇതുപോലെ വീഡിയോ ആക്കും, റീൽസ് ആക്കും, BGM ഇടും അല്ലേ? ഇതിങ്ങനെ വൈറലാക്കുക. നമ്മുടെ മനസ്സിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വരേണ്ട കൺസെപ്റ്റിനെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ പുതിയൊരു കൺസെപ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. വിവാഹം ഭയങ്കര അടിച്ചമർത്തലാണ്, ഭയങ്കര മോശമാണ്. നേരത്തെ ഹിജാബിനെ പറ്റി പറഞ്ഞില്ലേ? ഹിജാബ് 6-ാം നൂറ്റാണ്ടിലേതാണെന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് ചാക്ക് പോലെയാണ്. ചില ന്യായീകരണങ്ങൾ കേട്ടാൽ ഹിജാബ് ധരിക്കുന്ന ആളുകൾക്ക് വിറ്റാമിൻ D കുറവുണ്ടാവും എന്നൊക്കെ പറയണത്. എന്തെന്ന് ആലോചിച്ചു നിങ്ങൾ? ഓരോന്നിനും ന്യായീകരണങ്ങൾ ഉണ്ടാക്കുക. വിവാഹം ഭയങ്കര മോശമാണ്, കുടുസാണ്, വിവാഹം കഴിച്ചാൽ നീ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും, അടിച്ചമർത്തലാണ് എന്നൊക്കെ പറയുന്ന ചില വാദങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ആരുണ്ടാക്കുന്ന പല നരേറ്റീവുകളാണെങ്കിലും ഇസ്ലാം എന്ത് പറഞ്ഞു എന്നതാണ് ഓരോ വിഷയത്തിന്റെയും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലേ? എത്ര തന്നെ പുരോഗമിച്ച ആളുകൾ പറഞ്ഞ കാര്യമാണെങ്കിലും, എത്ര തന്നെ സയന്റിഫിക് ടെമ്പർ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന കാര്യമാണെങ്കിലും, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ആസ് എ മുസ്ലിം വുമൺ, ആസ് എ മുസ്ലിം ഗേൾ, നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത, ഇസ്ലാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? വിവാഹം എന്ത് സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ വിവാഹിതമായ ലോകം. നമ്മുടെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന 1-ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ആസ്വദിച്ചു തുടങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന പല അവിഹിതമായ ബന്ധങ്ങളിൽ പല ആളുകൾ ഉണ്ടാക്കുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ, അതിലൂടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്നുമല്ല വിവാഹത്തോടെ കിട്ടാൻ പോകുന്നത്. അത് ഒരിക്കലും നമുക്ക് നിയന്ത്രണം വയ്ക്കാൻ പറ്റാത്ത രൂപത്തിൽ നമുക്ക് ഏത് നിലയ്ക്കും ആസ്വദിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും തൃപ്തിയുമാണ് പലപ്പോഴും വിവാഹത്തിലൂടെ ലഭിക്കുക. നമ്മളാകുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ഭർത്താവാകുന്ന നമ്മുടെ പുരുഷനുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പോകുന്നതും സംസാരിക്കുന്നതും സല്ലപിക്കുന്നതുമൊക്കെ അത് ഹലാലാണെന്ന് മാത്രമല്ല പുണ്യകർമ്മമാണെന്ന് പോലും പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്ന പല കൺസെപ്റ്റുകളിലും ചിന്തിച്ച് അതിൽ സ്വന്തം ചിന്തകളെപ്പോലും സ്വന്തം ആലോചനകളെപ്പോലും അതിൽ അഭയം പ്രാപിക്കേണ്ട ആളുകളായിട്ട് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മതത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ ദീനിനെ തീരുമാനിക്കുന്നത് നമ്മളല്ല, ആരുമല്ല, പൊതുബോധവുമല്ല. പുറത്താരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള പൊതുബോധമല്ല നമ്മുടെ മതത്തെ തീരുമാനിക്കേണ്ടത്. മറിച്ച് ആരാണ്? മതബോധമാണ്. ദീൻ എന്ത് പറഞ്ഞോ അതിൽ അടിയുറച്ചു നിൽക്കാൻ, അതിൽ യാതൊരു നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒതുങ്ങി നിൽക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. മുസ്ലിം എന്ന പേരിന്റെ അർത്ഥം എന്താ? മൻസലിമ, വൺ ഹു സബ്മിറ്റ്സ് എന്നാണ്. ആരാണോ പൂർണ്ണമായും അള്ളാഹുലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, അത് എന്ത് തന്നെ ആരോപണം വന്നാലും, എന്ത് തന്നെ ആരോപണം വന്നാലും, കുത്തുവാക്കുകൾ പറഞ്ഞാലും, മോശപ്പെടുത്തലും കളിയാക്കലുകളും, പുരോഗമനം തൊട്ട് തീണ്ടാത്ത ആളെന്നും 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളെന്നും എന്ത് പറഞ്ഞാലും, നിങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിലും, എത്ര വലിയ കോഴ്സ് പഠിക്കുന്ന ആളുകളാണെങ്കിലും, മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു തോന്നൽ നമുക്കുള്ളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ട് പോക്കെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ തിന്മയാണോ അത് ഈ സ്പോട്ടിൽ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. മഹാനായ അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു ഇങ്ങനെ ഓടുകയാണ്. വളരെ സ്പീഡിൽ ഓടുന്ന സമയത്ത് സ്വഹാബിമാർ ചോദിച്ചു, അനസ് എങ്ങോട്ടാണ് ഇങ്ങനെ വേഗത്തിൽ പോകുന്നത്? അനസ് തിരിച്ചു പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയുന്നത്? ആ ഉഹുദിന്റെ താഴ്വാരത്തിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശാണ്, പിന്നെ ഞാൻ എങ്ങനെ ഓടാതിരിക്കും? അങ്ങനെ ആ വാക്ക് പറഞ്ഞ് ആ ഉഹുദ് യുദ്ധത്തിന്റെ കളത്തിലേക്ക് എടുത്തു ചാടി ഷഹീദാവുന്ന സ്വഹാബിമാരാണ് നമ്മുടെ മാതൃക. ആലോചിക്കുക, അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നൊരു ആസ്വാദനം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ പരിമളം അവരുടെ മൂക്കിലേക്ക് അടിച്ചു വീശുമായിരുന്നു. ആ സ്വർഗത്തിന്റെ കാഴ്ചകൾ അവർ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. എങ്ങനെ അത് കഴിയുന്നത്? നമ്മുടെ വിശ്വാസവും അങ്ങനെ ഉയരാൻ നമുക്ക് സാധിക്കണം. അവിടേക്ക് ഏറ്റവും ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കേവലം ആരെങ്കിലും പറയുന്ന നരേറ്റീവുകൾക്കനുസരിച്ച് മാറാനുള്ളതല്ല. ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ന രൂപത്തിൽ അഭിമാനബോധത്തോടു കൂടി നമ്മുടെ ഇസ്ലാമിക വിശ്വാസം അണിയുമ്പോഴാണ്, അത് ഏറ്റെടുക്കുമ്പോഴാണ് അതിന് നമുക്ക് സാധിക്കുക. നമുക്കുള്ളിൽ വേണ്ടതേ ഒരു ഇസ്സത്താണ്.
ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ളത് ആരെന്ത് കളിയാക്കിയാലും എത്ര മോശപ്പെട്ടവളായി ചിത്രീകരിച്ചാലും ഞാനൊരു മുസ്ലിമാണല്ലോ, ഞാൻ അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുന്ന ആളാണ് എന്ന ബോധമുണ്ടെങ്കിൽ നമുക്ക് അഭിമാനമുണ്ടാകും. അങ്ങനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില പ്ലാനുകളുണ്ട്. ഇത് കേവലം അങ്ങനെ നേരത്തെ പറഞ്ഞ പിന്നെ സോഷ്യൽ മീഡിയയിലും റീൽ കൾച്ചറിലും ആരെങ്കിലും ഒക്കെ പറയുന്ന പല നരേറ്റീവുകളിലും, അല്ലെങ്കിൽ നീ മോശക്കാരനാണ്, സയൻസ് അറിയാത്ത ആളാണ് എന്നൊക്കെ പറയുന്ന ചില വാദങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം. അങ്ങനെ ആവില്ല. എപ്പോ നമുക്ക് അഭിമാനബോധമുണ്ടെങ്കിൽ, നാളെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ചുരുക്കാൻ കഴിയില്ല, കൂടുതൽ ക്രിയാത്മകമാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വിസ്റ്റം ഗേൾസ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വിസ്റ്റം ഗേൾസിന്റെ വ്യത്യസ്ത പദ്ധതികളിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടും, നിങ്ങളെ ഫോളോ ചെയ്യപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും മൊബൈലിലും വാട്സപ്പിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളിലുമൊക്കെ ഇത്തരം സംരംഭങ്ങളും ദഅവ ആക്ടിവിറ്റികളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു കൂട്ടുകെട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ചിന്ത നല്ലതിലേക്ക് മാത്രമായിരിക്കും. അങ്ങനെ പോകാൻ നമുക്ക് കഴിയണം. കേവലം വെറുതെ ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന പല BTSന്റെ പിന്നിലും പല വീഡിയോകൾ കണ്ടും പല സീരീസ് കണ്ടും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് സ്വന്തം ജീവിതത്തെ ഇങ്ങനെ കഴിച്ചിങ്ങനെ കൂട്ടിപ്പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. കുറച്ചുകൂടി ക്രിയേറ്റീവായി എന്നെ കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുമ്പോഴേക്കും, എൻ്റെ മരണം എന്നിലേക്ക് എത്തുമ്പോഴേക്കും എന്തെല്ലാം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുമോ അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങളൊരു വീഡിയോ ഉണ്ട് നോക്കൂ ബാക്കിൽ. ഇത് ഫലസ്തീനിലൊരു വീഡിയോ ആണ്. ഫലസ്തീൻ നമുക്ക് ഓരോ ദിവസവും ഓരോ പാഠങ്ങളാണ് നൽകുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ഫലസ്തീനിലൊരു അവസ്ഥ. ഒരു കുട്ടി കരയാണ്. ആ കുട്ടി അവളുടെ ഉമ്മയെ തെരഞ്ഞുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണിത്. അവളുടെ ഉമ്മ മരണപ്പെട്ടു. ആ വാർത്ത ആ കുട്ടി അറിഞ്ഞു. അതിനുശേഷം എന്താ ചെയ്തറിയോ? ആ കൂടെയുള്ള ആളുകൾക്ക് ചോദിക്കുകയാണ്, ഇത് എൻ്റെ ഉമ്മ തന്നെയാണ്, ഇത് എൻ്റെ ഉമ്മ തന്നെയാണ്. ആ കുട്ടി ഉറപ്പിക്കുകയാണ്. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? എൻ്റെ ഉമ്മാന്റെ മുടി ഞാൻ കണ്ടു. ആ മുടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഉമ്മ തന്നെയാണ്. ആ കുട്ടി പിന്നീട് പറയാണ്, എൻ്റെ സഹോദരൻ അഹമ്മദ് എവിടെ? അഹമ്മദ് എവിടെ? എനിക്കിനി അഹമ്മദ് മാത്രമേ ഉള്ളൂ. എൻ്റെ പിന്നെ വല്യുമ്മയെ, എൻ്റെ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഇതുപോലെ ഏതോ ഒരു ആക്രമണത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. എനിക്കിപ്പോൾ എൻ്റെ അഹമ്മദ് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം അവർ മാർട്ടീർസാണ്, അവർ പിന്നെ ശുഹദാക്കളാണ് എന്ന് എനിക്കറിയാം. കാരണം ഇസ്ലാമികമായ ഒരു മാർഗത്തിൽ മരണപ്പെട്ട ആളുകളാണല്ലോ. എന്നാലും എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ്. ഇതുപോലെ 100 കണക്കിന് വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ കാണുന്ന ആളുകളുമാണ്. പക്ഷേ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമ്മളാരും ചിന്തിക്കുന്നില്ല നമ്മൾ പലപ്പോഴും എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എത്രയോ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് പോകുന്ന ആളുകളാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി, അള്ളാഹുവിൻ്റെ നല്ല സൃഷ്ടികളായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അഭിമാനബോധമുള്ള ഒരു മുസ്ലിമായി മാറിയാൽ സ്വാഭാവികമായും ഈ പറയുന്ന തിന്മകളും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ നമുക്ക് സൈഡായി പോകും. അതൊന്നും ഒരു പ്രശ്നമേ ആയി മാറില്ല. നമ്മൾ ലോകത്തിൻ്റെ ഏത് വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും നമ്മൾ ധരിക്കുന്ന ഹിജാബും നമ്മൾ ഇസ്ലാമികമായി എന്തെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം കൂടുതൽ ക്രിയാത്മകമാക്കാനും ഇത്തരം നല്ല സംരംഭങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യത്തെ അപ്പാടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.